സാത്താൻ സേവയോ അതോ ഒക്കൾട്ടിസമോ? ശരിക്കും എന്താണ് ഇവരിവിടെ ചെയ്യുന്നത്? ഈ റിച്വൽസ് നടത്താൻ ഇവിടെ എത്തിച്ചേരുന്നത് സമൂഹത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പൊളിറ്റീഷ്യൻ, ബിസിനസ്മെൻ, സെലിബ്രിറ്റീസ് ഒക്കെയാണ്. കാടിന്റെ ഉള്ളിൽ രാത്രിയിൽ പ്രത്യേക വസ്ത്രം ധരിച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പ്രാർത്ഥനകളും മ്യൂസിക്കും പ്ലേ ചെയ്ത് 40 അടിയോളം വലുപ്പമുള്ള ഒരു മൂങ്ങയുടെ മുന്നിൽ നിന്ന് ശരിക്കും എന്താണ് ഇവർ അവിടെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ബൊഹീമിയൻ ക്ലബ് എന്ന വളരെ രഹസ്യ സ്വഭാവമുള്ള സംഘടനയെയും അവരുടെ ബൊഹീമിയൻ റിച്വൽസിനെയും കുറിച്ചാണ്. കാലിഫോർണിയയിലെ മോൺട്രിയോ എന്ന പ്രദേശത്തിന് സമീപമുള്ള വലിയൊരു റെഡ്വുഡ് ഫോറസ്റ്റ് ആണിത്. ഏകദേശം 2700 ഏക്കറോളം വലുപ്പം ഈ ഒരു സ്ഥലത്തിനുണ്ട്. ഓരോ വർഷവും സമ്മറിൽ ഇവിടെ ഒരു പ്രൈവറ്റ് ഗ്യാതറിംഗ് നടക്കും. പബ്ലിക്കിനോ മീഡിയയ്ക്കോ ആർക്കും തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് പ്രവേശനമില്ല. ക്രിമേഷൻ ഓഫ് കെയർ എന്നൊരു ആചാരമാണ് ഇവിടെ രാത്രിയിൽ നടക്കുന്നത്. അതായത് കെയർ എന്ന ഒരു സിംബോളിക് ഡമ്മിയെ ഈ ഒരു ആചാരത്തിനിടയിൽ കത്തിച്ചു കളയും. അതൊരു ബലി കൊടുക്കലായിട്ടാണെന്നാണ് പലരും കരുതുന്നത്. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ ഒരു ആചാരത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് എത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ്സ് ഉൾപ്പെടെ ഈ ലോകത്തിലെ തന്നെ വളരെ ഉന്നത പദവിയിലുള്ള ആളുകളാണെന്നാണ് പറയപ്പെടുന്നത്. 1881 ഈ ഒരു തുടക്ക കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ അലൗഡ് അല്ലായിരുന്നെങ്കിലും പിന്നീട് ഈ ഒരു ക്ലബിലേക്ക് സ്ത്രീകളും ജോയിൻ ചെയ്തു എന്നാണ് ചിലർ പറയുന്നത്. 1990 അലക്സ് ജോൺസ് രഹസ്യമായി ഈ ഒരു ബൊഹീമിയൻ ഗ്രൂവിൽ കടന്ന് വീഡിയോ എടുക്കുന്നു. ആ വീഡിയോ ഇന്റർനെറ്റിൽ വൈറലാകുന്നു. അവൻ പറഞ്ഞത് അവിടെ ഒക്കൾട്ട് റിച്വൽസ് നടക്കുന്നുണ്ടെന്നും സമൂഹത്തിലെ തന്നെ ഉന്നതിയിൽ ഇരിക്കുന്ന ആളുകളുടെ രഹസ്യമായിട്ടുള്ള കൾട്ട് ആക്ടിവിറ്റീസ് ഉണ്ടെന്നുമാണ്. ഈ ഒരു സംഭവത്തോടു കൂടി ബൊഹീമിയൻ ക്ലബ്ബ് ലോകമെമ്പാടും വളരെ പ്രസിദ്ധമായി. എന്നാൽ കെയർ എന്ന വാക്കുകൊണ്ട് വറീസ്, സ്ട്രെസ്, ഗിൽറ്റി, റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ഈ ലോകത്തിനെ കുറിച്ചുള്ള കൺസേൺ ഇവയൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നതെന്നും ഈ ഒരു ലോകഭാരങ്ങളെയും ആശങ്കകളെയുമാണ് താങ്കൾ കത്തിച്ചു കളയുന്നതുമെന്നാണ് ബൊഹീമിയൻ ക്ലബിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള എലൈറ്റ് റിച്വൽസിൽ ഒന്നായിട്ടാണ് ബൊഹീമിയൻ ഗ്രൂവ് അറിയപ്പെടുന്നത്. ഇത്രയും രഹസ്യ സ്വഭാവത്തോടു കൂടി ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനാൽ തന്നെ പുറം ലോകം അറിയണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് കോൺസ്പിറസി തിയറികൾ പറയുന്നത്.